One, two, three, four. ഹലോ ഗൈസ്, വെൽക്കം ടു ദ ലെക്ക് സ്റ്റാർ ബ്ലോഗിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ഞങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കാവേ. എടൂസ് എവിടെ പോവാ? എടൂ നീ എവിടെ പോവാ? എടൂസേ നീ എവിടെ പോവാ? പറ. എവിടെ പോവാ കുഞ്ഞാറ്റെ? കുഞ്ഞാറ്റെ 1, 2, 3, 4. അപ്പോൾ ഗൈസ് അവർക്കൊക്കെ ഭയങ്കര ചാടയായിപ്പോയി. അപ്പം ഞാൻ തന്നെ പറയാം, ഞങ്ങൾ പോകുന്നത് വിസ്മയ അമ്യൂസിങ് പാർക്കിലേക്ക്. ഞാനൊരു തവണ പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവർ ആരും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം അടിച്ചു പൊളിക്കാൻ വേണ്ടി ഗൈസ് ഞങ്ങളിതാ വിസ്മയ പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 10:30ക്കാണ് അവിടെ ഓപ്പണിംഗ് ടൈം. അപ്പം ഞങ്ങൾ രാവിലെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പയ്യാവൂരിൽ കണ്ണൂരിലേക്ക് വിസ്മയ പാർക്കിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. അതുപോലെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ കിട്ടി. ടിക്കറ്റിന് റേറ്റ് വരുന്നത് ഞങ്ങൾക്ക് ഒരാൾക്ക് വരുന്നത് 7,000 സംതിങ് രൂപയാണ് വരുന്നത്. ഒരാൾക്കല്ല, മൊത്തത്തിൽ ഞങ്ങൾ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരാൾക്ക് 700 സംതിങ്. അങ്ങനെ ഞങ്ങൾ വന്നപ്പം ഒടുക്കത്തെ തിരക്കായിരുന്നു ഗൈസ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കേയാണ്. ഞങ്ങൾ വന്നത് ഓൾറെഡി വെക്കേഷൻ ടൈമാണ് ഗൈസ്. ഞങ്ങൾ ഓൾറെഡി ഉള്ളിൽ കയറി കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായി. നമുക്ക് ചേഞ്ചിങ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ലോക്ക് റൂമൊക്കെ നമുക്ക് അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഈ ഒരു ഇതിൽ നമുക്ക് കയറിയ മൊത്തം ഈ ഏരിയ സറൗണ്ട് മൊത്തം കാണാൻ സാധിക്കും കേട്ടോ. ഇത് ഞങ്ങൾ 2 ട്രിപ്പായിട്ടാണ് പോയത്. ഒന്ന് അപ്പനും അമ്മയും ചേച്ചിയും പോയി, പിന്നെ ഞാനും എൻ്റെ ബ്രദറും എൻ്റെ കുഞ്ഞും കൂടെയാണ് രണ്ടാമത്തെ ട്രിപ്പിൽ പോയത് ഗൈസ്. ഈ ഒരു ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരുന്നു ഗൈസ്, സൂപ്പറായിരുന്നു. അത് മാത്രമല്ല നമുക്ക് കുട്ടികളെയും കൊണ്ട് കുട്ടികൾക്കുള്ള പാർക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കുട്ടികൾക്ക് ടിക്കറ്റില്ല. 3 വയസ്സ് വരെ, ഒരു 6 വയസ്സ് വരെയുള്ള ടിക്കറ്റുകൾക്ക് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് അവർക്ക് ഇതിൽ നമുക്ക് പാർക്കിൽ അവരെ കയറ്റാൻ സാധിക്കുള്ളൂ കേട്ടോ. നമ്മുടെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ കയറുമെന്ന് പറയുമ്പോൾ സ്കൂൾ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ടൂർ പോയി. ഇപ്പോൾ ഈ പിള്ളേരെ ഇപ്പോഴേ അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി ഇവർക്ക് കൊണ്ടുപോയി അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ നമുക്കിപ്പോൾ സാധിക്കുന്നു അവരെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അവരെയും കൊണ്ടുപോയി. പിള്ളേർ മൊത്തം ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് നെക്സ്റ്റ് റൈഡിൽ കയറി. ഇതാണ് ആ റൈഡ് വരുന്നത്. ഇത് അടിപൊളി ഒരു റൈഡായിരുന്നു കേട്ടോ. ഈ റൈഡിൽ വന്നിട്ട് സോങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എൻജോയ്മെൻ്റ് ആയിരുന്നു. അടിപൊളി ഒരു സോങ് എന്നുള്ള വൈബ് ഇടാൻ. അപ്പോൾ അടിപൊളി ഒരു സെറ്റായിരുന്നു. അതുപോലെ ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോയി. ഈ ഒരു റൈഡ് അമേസിങ് റൈഡാണ്. ഈ കാളയെ കയറിയിട്ട് കാള നമ്മളെ തലകുത്തി മുറി. അപ്പം നമ്മളതിനെ വെയിറ്റ് ചെയ്ത് പേടിച്ച് നിൽക്കണം. അപ്പോൾ ഈ റൈഡിൽ എൻ്റെ ബ്രദർ മാത്രമേ കയറിയുള്ളൂ, ഞങ്ങളൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ അവനെയും തള്ളി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് റൈഡിലേക്ക് പോയി കേട്ടോ. ഇത് ഈ റൈഡും ഒഴിവാക്കി, കാരണം അതുപോലെ ജനക്കൂട്ടമായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അതുപോലെ ജനമായിരുന്നു, തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികം പകുതി റൈഡിലും കയറില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നതായിരുന്നു. അപ്പം ഇവിടെ സ്നാക്സ് അവൈലബിളാണ്. കോഫി ഷോപ്പൊക്കെ അതേപോലെ ഇവിടെ അവൈലബിളാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ അതേപോലെ ഫുഡും സർവീസും അവൈലബിളാണ്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ഫുഡ് ബിൽ പേ ചെയ്ത് നമ്മൾ തന്നെ ഫുഡ് എടുത്തുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ.
ഞങ്ങൾ കൂടുതലും കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുത്തുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് അനുസരിച്ചുള്ള ഹൈറ്റ് അനുസരിച്ചുള്ള എൻ്റെ മോളെ അധികം അവരിൽ കയറ്റില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ എഡൂസിന് മാത്രമാണ് ഇവരെ കയറ്റിയത്. പിന്നെ അവൾക്ക് ഈ ഒരു റൈഡിൽ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അവൾ ഒരു റൈഡിലേക്ക് ആക്കി. പക്ഷേ അവൻ 2-3 റൈഡിൽ കയറിയിരുന്നു കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് മക്കളെ ഇത്. ഇതിൽ കയറാത്തവരാരും ഇതിൽ ഇനി ആരും കയറിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുത്തത് നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ വാട്ടർ തീം പാർക്ക് അതിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. ഞങ്ങൾ വാട്ടർ തീം പാർക്കിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ അത് ഞങ്ങൾ ഫോൺ എടുത്തിട്ടില്ല. ഫോൺ നനയുന്നതുകൊണ്ട് ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം അമ്യൂസിംഗ് പാർക്ക് നമുക്ക് വിസ്മയ കുട്ടികൾക്കായാലും മുതിർന്നവർക്ക് ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു പാർക്കാണ്. അപ്പം ഇനിയും വന്നിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് വരിക. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ പോവുകയാണ്. ടാറ്റ. അപ്പോൾ വാട്ടർ റൈഡൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾ ഫോൺ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് ഫോണിൽ ഞങ്ങൾ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാത്തത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ നമുക്ക് ഒരുപാട് എൻജോയ്മെൻറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ശരി. താങ്ക് യു ഫോർ വാച്ചിങ്.